നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴക്കാലമാണ്. ധാരാളം വൈറൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്. കാരണം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ വൈറസ് രോഗങ്ങൾ വരുന്നത്. കാരണം തണുപ്പാണ് വൈറസിന് വളരാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈറൽ പനി, പണ്ടൊക്കെ നമ്മൾ ജ്വരം എന്ന് പറയുന്നത്, അപ്പോൾ സാധാരണ വൈറൽ പനികൾ ഒരു 2-3 ദിവസം കൊണ്ട് മാറുമെങ്കിൽ ജ്വരം എന്ന് വന്നു കഴിഞ്ഞാൽ 7 ദിവസം എടുക്കും. അപ്പോൾ ജ്വരവും ഈ കോമൺ കോൾഡ്, ഈ 2 വൈറസുകളും ഏകദേശം ഒരേ കാറ്റഗറിയാണ്. അത് മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിൽ 7 ദിവസം എടുക്കും അത് പോകാനായിട്ട്. അപ്പോൾ ഈ പനി എന്ന് പറയുന്ന നമ്മളുടെ രോഗം, അല്ലെങ്കിൽ പനി എന്താണ്? പനി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഏതെങ്കിലും ബാക്ടീരിയയോ വൈറസോ കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സെൻസ് ചെയ്യാനും അത് നമ്മളുടെ തലച്ചോറിൽ അത് എത്തിക്കാനും ഒരു സംവിധാനമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ തലച്ചോറിൽ ഹൈപ്പോതലാമസ് ശരീരത്തിൽ ചൂട് കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുന്നത്. അതായത് മസിൽസ് കൺട്രാക്ട് ചെയ്യുക, ബ്ലഡ് വെസൽസ് കൺസ്ട്രക്റ്റ് ആവുക, ഈ തൊലിപ്പുറത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചൂട് പല സംവിധാനങ്ങളിലൂടെ ചൂട് കൂട്ടും. അപ്പോൾ ഈ ചൂട് എന്തിനാണ് കൂട്ടുന്നത്? കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ ഒരു 40 ഡിഗ്രി, 50, 40, 42 ഡിഗ്രി കൂടുതൽ ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ കോശങ്ങൾ പൊട്ടിപ്പോവും, പ്രോട്ടീൻസ് ലീക്കാവും, ബ്ലഡ് വെസൽസ് ലീക്കാവും, ഹാർട്ട് ചിലപ്പോൾ നിൽക്കാനുള്ള സാധ്യതയുണ്ട്, മരണം വരെ സംഭവിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തിനാണ് ഈ ചൂടുണ്ടാക്കുന്നത്? നമ്മുടെ ശരീരമാണ് ചൂടുണ്ടാക്കുന്നത്, അല്ലാതെ പാത്തജൻസ് അല്ല, വൈറസോ ബാക്ടീരിയയോ അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ് ശരീരം ചൂടുണ്ടാക്കുന്നത്? ഇതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 1927 ഒരു ജൂലിയസ് മേക്കൻ എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ, ഡോക്ടർ, പുള്ളി നടത്തിയ ഒരു ഗവേഷണത്തിനാണ് പുള്ളിക്ക് ഈ നൊബൽ പ്രൈസ് കിട്ടിയത്. അതായത് സിഫിലിസ് വന്ന രോഗികൾക്ക്, അന്ന് സിഫിലിസിനൊക്കെ മരുന്നുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ സിഫിലിസ് വന്ന രോഗികളെ അവർ ട്രീറ്റ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ, അദ്ദേഹം മലേറിയ ആദ്യം കുത്തിവെക്കും. മലേറിയ കുത്തിവെച്ച് പനി ഉണ്ടാക്കും. പനി ഉണ്ടാക്കിയതിന് ശേഷം അപ്പോഴത്തേക്ക് ഈ പനിയിൽ സിഫിലിസ് അങ്ങ് പോകും. അതിനുശേഷം ഈ മലേറിയ ക്വിനൈൻ കൊടുത്ത് മാറ്റും. ഇത് ഈ പഠനത്തിനാണ് അദ്ദേഹത്തിന് അന്ന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1927. അപ്പോൾ പനി എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസമാണെന്ന് അന്നേ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. പനി പിന്നെ നമ്മളെ കൊല്ലാനല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന സാധനമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പക്ഷേ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വൈറൽ ഫീവർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ വൈറൽ ഫീവർ തുടക്കത്തിൽ തന്നെ നമുക്ക് നാക്കിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും, രുചി നഷ്ടപ്പെടും. രുചി നഷ്ടപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി ആഹാരം ഒഴിവാക്കിക്കോളും. പിന്നെ കണ്ണിൽ കൂടെ ചൂട് വരിക, വെള്ളം വരിക, തലയിൽ ഫ്രണ്ട് ഭാഗത്തും മൊത്തത്തിലൊരു ചെറിയ വേദന വരിക, ഇതൊക്കെ വൈറൽ. പിന്നെ തുമ്മൽ, ഇങ്ങനെ കോമൺ കോൾഡ് പോലുള്ള അസുഖങ്ങൾ വരിക, ബോഡി പെയിൻ വരിക, നല്ല ക്ഷീണം വരിക, വിശപ്പില്ലായ്മ, മലപിടുത്തം, ഇതെല്ലാം കൂടെ വരുന്ന ഒരു സാധാരണ ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ. അതാണ് മെയിനായിട്ട് ഉള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ചൂട്, ഭയങ്കര പനിയായിരിക്കും, നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ 37 ഡിഗ്രി സെൽഷ്യസ് കൂടി ഒരു 38 ആയിക്കഴിഞ്ഞാലേ ആളുകൾ ഇവിടെ മരുന്ന് കഴിക്കാൻ തുടങ്ങും. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ 38.5 കഴിഞ്ഞാലേ അവർ മരുന്ന് തന്നെ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മൾ 40 ഡിഗ്രി വരെ ചൂട് നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ വൈറസുകൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവും അതുപോലെ അത് ഇൻഎഫക്റ്റീവ് ആവും. അത് ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള ശേഷി അതിന് നഷ്ടപ്പെടും. ബാക്ടീരിയയ്ക്കും അതേപോലെ. ബാക്ടീരിയയ്ക്കാണെങ്കിലും വൈറസിനാണെങ്കിലും 37 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ നമ്മുടെ ശരീരത്തെ കൂടുതൽ ദോഷം വരുത്താനും സാധിക്കുന്ന സമയം. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37. ഇവിടെ 40 ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇനാക്റ്റീവ് ആവും. അപ്പോൾ പിന്നെ പനി കുറച്ച് നിൽക്കുന്നതല്ലേ നല്ലത്. പിന്നെ അതേപോലെ 40-ന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ വിഷയം. പിന്നെ വേറൊന്നുള്ളതെന്ന് പറയുന്നാൽ ഈ പനി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ഡിസീസ്, അതായത് വളരെ വീക്കായിട്ടുള്ള ആൾക്കാർ, കുറേ നാളുകളായ കിടപ്പിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ടെമ്പറേച്ചർ കൂടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ മെറ്റബോളിസവും കൂടും. അപ്പോൾ മെറ്റബോളിസം കൂടുമ്പോൾ ഹാർട്ടിന് അത് ടാക്സിങ് ആണ്. അങ്ങനെ വരുമ്പം ഹാർട്ട് ചിലപ്പോൾ ഫെയിലിയർ ആവാം,
അതേപോലെ BP ഭയങ്കരമായിട്ട് ഡൗൺ ആവാം, പിന്നെ ഈ സീഷേഴ്സ് ഫിറ്റ്സ് വരാം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള രോഗികളിൽ വരാം. പക്ഷേ ആരോഗ്യമുള്ളവരിൽ, അത്യാവശ്യം ആരോഗ്യമുള്ളവരിൽ പനി വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങളൊരു 40 ഡിഗ്രി വരെ കൊണ്ടുപോകുന്നത് കൊണ്ട് എപ്പോഴും ഗുണമേ ഉള്ളൂ. കാരണം ഈ മെറ്റബോളിസം കൂട്ടുന്നത് കൊണ്ട് റീജുവനേഷൻ നടക്കും. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെ കേടായ കോശങ്ങളുണ്ടോ ആ കേടായ കോശങ്ങളെല്ലാം കത്തിപ്പോവും. റീജുവനേഷൻ, പുതിയ ആരോഗ്യമുള്ള കോശങ്ങളുണ്ടോ. ഇതിന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വേറെ എന്നുള്ളതെന്ന് പറയുന്നത്, ഈ പനി വരുമ്പോൾ, പനി വന്ന ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ആളുകൾക്ക് ഇപ്പോൾ ഭയം വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി തരുന്ന സയൻസ് നമ്മൾ തെറ്റിക്കുമ്പോഴാണ്. അത് ആദ്യത്തെ ലക്ഷണം ഞാൻ പറഞ്ഞു, നാക്കിന് രുചിയില്ലാതെ അപ്പോഴാഹാരം നിർത്തിക്കോണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തലവേദന, കണ്ണിൽ നീറ്റൽ വന്നു കഴിഞ്ഞാൽ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ വീട്ടിലെത്തുക. വീട്ടിലാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. അന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. ചെറിയ ചൂടുവെള്ളം ദാഹം ഉണ്ടെങ്കിൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യുക. വേറെ ഒന്നും കഴിക്കാതിരിക്കുക. അനങ്ങാതെ കിടക്കുക. മൊബൈലൊന്നും നോക്കാതിരിക്കുക. TV അങ്ങനെയുള്ളതൊന്നും നോക്കാതെ കണ്ണടച്ച് സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1, 2, 3 ദിവസം പനിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഒരു 37 എന്നുള്ളത് 38, 39 ആയിക്കോട്ടെ. 104 ഡിഗ്രി എന്ന് പറയുന്നതാണ് 40 ഡിഗ്രി. അപ്പോൾ ഒരു 102 ഡിഗ്രി, 103 ഡിഗ്രി ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. സഹിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അനങ്ങാതെ അങ്ങ് കിടന്നേച്ചാൽ വലിയ കുഴപ്പമില്ലാതെ 2 ദിവസം കഴിയുമ്പോൾ പനി അങ്ങ് പോകും. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് വരും, നാക്കിന് രുചി വരും, ശരീരത്തിൻ്റെ വേദന മാറും, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഫെക്ഷൻ വരത്തില്ല. അതായത് ബ്രോങ്കൈറ്റിസ്, ഹോട്ട് പെയിന്, സെക്കൻഡറി ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്ന് പിന്നെ നിങ്ങൾക്ക് വീണ്ടും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരിക, കോഫ് സിറപ്പ് കുടിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലേക്ക് പോകാതിരിക്കും. അത് ചിലപ്പോൾ പിന്നെ ന്യൂമോണിയയിലേക്കും പോകാം. അപ്പോൾ അതുകൊണ്ട് വൈറൽ മെനിഞ്ചൈറ്റിസ്, ഈ വൈറൽ മെനിഞ്ചൈറ്റിസ്, വൈറൽ ന്യൂമോണിയ, പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡറി ന്യൂമോണിയയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ പനിയുടെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളത് അനുസരിക്കാത്തത് കൊണ്ടാണ്. ശരീരം എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ബാക്കി എല്ലാം ഉപേക്ഷിച്ച് അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. പണ്ടൊക്കെ അങ്ങനെയാണ് മാറിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിന് പ്രശ്നമുള്ളതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അസുഖങ്ങളുള്ളവർ, ഹാർട്ടിനോ അല്ലെങ്കിൽ ലങ്സിനൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാർ, ആരോഗ്യം തീരെ ഇല്ലാത്ത ആൾക്കാർ, അവരൊക്കെ പനി ഒരു 38.5 ഒക്കെ ആകുമ്പോൾ മരുന്ന് കഴിച്ച് കുറയ്ക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ അസഹ്യമായ തലവേദന അല്ലെങ്കിൽ അസഹ്യമായ ബോഡി പെയിൻ വഴിയാണെങ്കിൽ ഗുളിക കഴിക്കുക. ഗുളിക മരുന്നോ എന്തെങ്കിലും കഴിച്ച് കുറച്ച് കുഴപ്പമില്ല. പക്ഷെ ഓവർ ആവാതിരിക്കുക. കാരണം ഒരുപാട് പഠനങ്ങളിൽ തെളിയിച്ചൊരു കാര്യമാണ്, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസിൻ്റെ പ്രവർത്തനം കൂടും, അതുമാത്രമല്ല അതിൻ്റെ ഉൽപ്പാദനവും കൂടും. അപ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി ഏത് രീതിയിലാണെങ്കിലും കൂടിക്കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളുടെ ആഹാരം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ദഹനത്തിന് വേണ്ടി വരുന്ന എനർജി കംപ്ലീറ്റ് നമുക്ക് ഡിഫൻസിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ അനങ്ങാതെ കിടക്കുമ്പോൾ നമുക്ക് മോട്ടോർ ആക്ടിവിറ്റിക്ക് വേണ്ടി വരുന്ന എനർജി മുഴുവൻ നമുക്ക് ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഡിഫൻസ് എന്ന് പറയുന്നത് ഈ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ ശരീരം ഉപയോഗിക്കുന്ന ഊർജ്ജം. അപ്പോൾ ആ ഊർജ്ജം എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അനങ്ങാതെ കിടന്നാൽ മതി. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല, ചുമയും കോംപ്ലിക്കേഷൻസും ഒന്നും വരില്ല, ന്യൂമോണിയ വരില്ല. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ഒരു ജനറേഷൻ അനുവർത്തിച്ച് പോകുന്നതാണ്. അത് ഒരു ജനറേഷൻ ഗ്യാപ്പിലൂടെ നമ്മളത് മിസ്സായിപ്പോയി. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള അമ്മമാർക്ക് പോലും ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി അറിയില്ല. അതുകൊണ്ടാണ് ഒരു ജ്വരം വന്നാൽ ആളുകൾ നേരെ ആശുപത്രിയിൽ പോയി ICUവിലാവും. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ജ്വരം വന്നാൽ 7 ദിവസം എടുക്കും പൂർണ്ണമായി മാറാൻ, ക്ഷീണം ഉൾപ്പെടെ മാറാൻ. അപ്പോൾ അത് പഴയ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അവർ പട്ടിണി കിടക്കും. എപ്പോഴാണോ വിശപ്പ് വരുന്നത് അപ്പോൾ ചെറിയ പഴമോ അല്ലെങ്കിൽ കഞ്ഞിയോ ഒക്കെയാണ് കുടിച്ചിരുന്നത്, പെട്ടെന്ന് ദഹിക്കുന്ന. വേറെ ഒന്നും കഴിച്ചിരുന്നില്ല. അങ്ങനെ അവർ ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്നപ്പോൾ നാച്ചുറലി അവർക്ക് പനി വന്ന് പോയിരുന്നു, അവർ രക്ഷപ്പെട്ടിരുന്നു. പണ്ടൊന്നും ഒരു കുഞ്ഞും പനി വന്ന് മരിച്ചിട്ടില്ല. പിന്നെ അല്ലാത്ത ചില പാൻഡമിക്സൊക്കെ അത് വേറെ രീതിയിലുള്ള രോഗങ്ങളാണ്. അല്ലാതെ സാധാരണ ഈ ജ്വരം വന്ന് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വന്ന് ആരും മരിച്ചിട്ടില്ല. അമേരിക്കയിൽ പോലും എല്ലാ വർഷവും ഇൻഫ്ലുവൻസ് വൈറസ്, ഫ്ലൂ വരാറുണ്ട്. ഇൻഫ്ലുവൻസ അവർ ഫ്ലൂ വന്നാണ്. അപ്പോൾ ഈ ഫ്ലൂ ഷോട്ട് എടുക്കണവർക്കും പനി വരുന്നുണ്ട്, ഇൻഫ്ലുവൻസ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അവിടെയൊക്കെ മരുന്ന് ധാരാളം ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പനി വന്നുള്ള മരണവും വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പനി വന്ന് മരിക്കുന്നത് കേരളത്തിലാണ്. കാരണം
ഇതിനെ പിന്നെ ഭയപ്പെടുത്താനും ആളുകളെ പെട്ടെന്ന് മരുന്നിനടിമയാക്കാനും നമ്മളുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ശരിയായി സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള മാധ്യമങ്ങളൊക്കെ എടുത്ത് TV, യൂട്യൂബ് മാധ്യമങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ ഇന്ത്യയിൽ ഇന്ത്യ പോട്ടെ ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും രീതിയിലുള്ള പനി വന്ന് മരിച്ചു കഴിഞ്ഞാൽ അതിവിടെ വലിയൊരു വാർത്തയായിട്ട് അവതരിപ്പിക്കും. ആ പനി ഉണ്ടായിരുന്ന ആൾക്ക് വേറെ അണ്ടർലൈങ് ഡിസീസ് ഉണ്ടായിരുന്നോ, എന്തുകൊണ്ടാണ് പനിച്ചത്, അല്ലെങ്കിൽ പനി വന്ന് മരുന്ന് കഴിച്ചിട്ടാണോ മരിച്ചത്, ഓവർഡോസേജ് വന്നോ, റിയാക്ഷൻ വന്നോ, ഇതൊക്കെ കംപ്ലീറ്റ് ഇവരങ്ങ് മൂടിവെക്കും. അവർക്കറിയത്തുമില്ല. കാരണം അവർക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് പനി വന്നു മരിച്ചു, അത് മാത്രമാണ് അവർക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തി മരുന്നുകളിലേക്ക് ഓടിക്കാനും ആശുപത്രികളിലേക്ക് ഓടിക്കാനും അനാവശ്യമായി മരുന്ന് കഴിപ്പിക്കാനും അതുവഴി മരുന്ന് കമ്പനികളുടെ വിറ്റുവരവും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനും ആ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമ്മുടെ രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ ആശുപത്രി മുതലാളിമാർക്കും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നാച്ചുറലി ഇതാണ് ഈ ഭയപ്പെടുത്തലിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. അപ്പം ഇത് മനസ്സിലാക്കി നിങ്ങൾ മരുന്ന് കുറച്ച് കഴിക്കുന്ന രീതിയിലേക്ക് പോവുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിൽ മരുന്ന് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റഡ് രീതിയിൽ, ഒരു കൺട്രോൾഡ് രീതിയിൽ കഴിച്ചാൽ നിങ്ങൾക്ക് ജ്വരം എന്ന് പറയുന്ന ഇപ്പോഴും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പനി വളരെ നിഷ്പ്രയാസം വീട്ടിലിരുന്ന് തന്നെ മാറ്റാൻ കഴിയും. അപ്പോൾ ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പഴങ്ങളെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുളിപ്പുള്ള പഴങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും നല്ലത് മോറിസ് തന്നെയാണ്. മോറിസ് പഴം കഴിച്ചു കഴിഞ്ഞാൽ വലിയ ദോഷമൊന്നുമില്ല. നിങ്ങൾക്ക് വിശപ്പ് തുടങ്ങും, പെട്ടെന്ന് ദഹനവും നടക്കും, നിങ്ങൾക്ക് ഊർജ്ജവും കിട്ടും. കാരണം ദഹനത്തിന് വേണ്ടി കൂടുതൽ ഊർജ്ജം കളയേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാറാകുമ്പോൾ കഞ്ഞിയിലേക്ക് വരിക. ഒരിക്കലും ബ്രെഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ആദ്യം പോകാതിരിക്കുക. കാരണം ബ്രെഡ് എന്ന് പറയുന്നത് മൈദയാണ്, ദഹിപ്പിക്കാൻ പാടാണ്. നാച്ചുറലി പനി കൂടും, കഫക്കെട്ടും കൂടും. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.